സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് എനിക്കുണ്ടായ വണ്ണം ഒരു പടി കുറയാതെ അതുപോലെ നിന്നപ്പോഴാണ് ഇനി അങ്ങനെ വിട്ടാൽ പറ്റില്ല, കുറച്ചൊക്കെ വണ്ണം കുറയ്ക്കാം എന്നൊരു തീരുമാനത്തിൽ ഞാനും എത്തിയത്. മിക്ക ദിവസങ്ങളിൽ രാവിലെ ഞാൻ വെറും വയറ്റിൽ നമ്മുടെ ചിയാസീഡിട്ട വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ചായ, കാപ്പി എന്നിവയൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും 2 മാസമായിട്ട് ഒഴിവാക്കിയേക്കുവാണ്. അച്ഛന് സ്കൂൾ തുറന്നത് കാരണം ഇപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പ് ഒരു 9:30 കഴിഞ്ഞാണ് കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, രാവിലെ നമ്മുടെ ചിയാസീഡിട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ് നന്നായിട്ട് ഫില്ലായിട്ടിരിക്കും, നമുക്ക് വിശപ്പൊന്നും തോന്നാറേയില്ല. രാവിലെ ഞാൻ കുറച്ച് പുട്ടും കടലക്കറിയും മുട്ടയും പിന്നെ കുറച്ചധികം കുക്കുമ്പർ എടുക്കാൻ ഞാൻ മറക്കാറേയില്ല. ഇതിൽ എന്തൊക്കെ ഒഴിവാക്കിയാലും ഞാൻ രാവിലെ 2 മുട്ട എന്തായാലും കഴിച്ചിരിക്കും. പ്രോട്ടീൻ ആണല്ലോ നമുക്ക് അത്യാവശ്യമായി വേണ്ടത്. രാവിലെ തന്നെ ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം മുട്ടയാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ആദ്യം എന്തെങ്കിലും ഒരു പ്രോട്ടീൻ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. ഉച്ചക്കലത്തെ ആഹാരം കുറച്ച് താമസിച്ചാണ് കേട്ടോ കഴിച്ചത്. ഒരു 2 മണിയൊക്കെ ആയപ്പോഴായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലുവിനൊക്കെ ഫുഡ് കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടാണ്. ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ചോറ് കഴിക്കുക അത് നമ്മുടെ മലയാളികൾക്ക് നിർബന്ധമാണല്ലോ. ഞാനും ചോറ് തന്നെയാണ് കഴിക്കാറുള്ളത്. വളരെ കുറച്ച് ചോറ് എടുത്തിട്ട് കുറച്ചധികം കറികളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. സോയാബീൻ ഫ്രൈയും ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയും ചമ്മന്തിപ്പൊടിയും ഒരു കഷ്ണം മീൻ കറി വെച്ചതും പിന്നെ നമ്മുടെ മുരിങ്ങയിലക്കറിയും കുറച്ചധികം കുക്കുംബറുമാണ്. എല്ലാ ആഹാരത്തിൻ്റെ കൂടെയും കുറച്ച് അധികം കുക്കുംബർ കഴിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. പിന്നെ അച്ഛനെ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ചെറുതായിട്ട് വിശപ്പ് തോന്നിയപ്പോൾ ഒരു എള്ളുണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, അത് തന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 6 മണിക്ക് തന്നെ ഞാൻ പയറ് പുഴുങ്ങിയത് കഴിച്ച് ഇന്നത്തെ ആഹാരങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് വൈകുന്നേരം ഒന്ന് നടക്കാൻ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.